ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്കുകൾ കുറയ്ക്കുന്നു. കൂടുതൽ പലിശ നിരക്കിന് കുറവുകൾ വരാനുള്ള സാധ്യതകൾ വന്നിരിക്കുന്നു. വീട് വാങ്ങാൻ നല്ല സമയമാണോ ഇത്? ഇപ്പൊ വീട് വാങ്ങുന്നതാണോ നല്ലത്? അത് കുറച്ചു കാലം കാത്തിരിക്കുകയാണോ? ഇപ്പൊ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണോ? എന്താണ് മാറ്റിച്ചേണ്ട അഭിപ്രായവും ഒരു പൊതുവായ ട്രെൻഡും? ഇപ്പോൾ എന്നെ സമീപിക്കുന്ന ആളുകളെ അസസ് ചെയ്യുമ്പോൾ അവരിൽ പലരും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അവരുടെ കയ്യിൽ പൈസയില്ല, ഇനിഷ്യൽ ഡിപ്പോസിറ്റ് ഇടാൻ കാശില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവരിൽ പലരും അവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് 50 പവൻ 100 പവൻ്റെ ആഭരണമൊക്കെ ബാങ്കിൽ വെച്ചിരിക്കുകയാണ്, ബാങ്ക് ലോക്കറിൽ വെച്ചിരിക്കുക. എന്നിട്ട് അതിന് നമ്മൾ വർഷത്തിലൊരിക്കൽ അതിന് പൈസ കൊടുക്കുന്നു, ബാങ്കിന് കൊടുക്കുന്നു, എന്നിട്ട് അത് അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ താമസിക്കുന്ന സ്ഥലത്ത് 1000-1500 പൗണ്ട് റെന്റ് കൊടുക്കുന്ന ആളുകളുണ്ട്. അതിൽ കൂടുതലും കൊടുക്കുന്നു. ഇപ്പം മെട്രോപൊളിറ്റൻ സിറ്റികളൊക്കെ താമസിക്കുന്ന ആളുകൾ, ഇപ്പം സത്യനറിയാമല്ലോ, അവിടെയൊക്കെ ലണ്ടനിലൊക്കെ എത്രയാണ് റെന്റെന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ താമസിക്കുന്ന ആളുകൾ റെന്റ് കൊടുത്തുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ 1500 പൗണ്ട് എന്ന് പറയുമ്പോൾ 1.5 ലക്ഷം രൂപയാണ്. ഈ 1.5 ലക്ഷം രൂപ നിങ്ങളുടെ സ്വർണം, നിങ്ങളുടെ ബാങ്ക് ലോക്കറിലിരിക്കുന്ന സ്വർണത്തിന് ഒരു മാസം വർദ്ധിക്കുന്നുണ്ടോ? 12 മാസമാകുമ്പോൾ അതിന്റെ എമൗണ്ട് എത്ര വന്നു? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 18 ലക്ഷം രൂപയാണ്. ഈ 18 ലക്ഷം രൂപ നമ്മളുടെ ഈ സ്വർണത്തിന്റെ മേൽ വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ 2 വർഷം കഴിയിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വീട് മേടിക്കാം എന്ന് പറഞ്ഞിരിക്കുകയും അവിടെ സ്വർണം നമ്മളുടെ കയ്യിലുള്ളവരാണെങ്കിൽ സ്വർണം ബാങ്ക് ലോക്കറിൽ വെച്ചിട്ട് ഈ പറഞ്ഞ പൈസ നമ്മളിവിടെ കൊടുത്തോണ്ടിരിക്കുക. അതിനകത്ത് എന്ത് മീനിങ്ങാണുള്ളത്? ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും വീട് മേടിക്കുമെന്നുള്ള ആഗ്രഹത്തിൽ തന്നെ എല്ലാവരും ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും വീട് മേടിക്കുക എന്നുള്ളതാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് വിൽക്കണമെന്ന് തോന്നിയാൽ വിറ്റോളൂ. ഇവിടെ വരുന്നവരെല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട്, 5 വർഷം അല്ലേ 10 വർഷം. ഞങ്ങളും അങ്ങനെ പറഞ്ഞു വന്നവരാ. സത്യന് ഒരു പക്ഷേ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ വരുമ്പോൾ അല്ലേ? പക്ഷെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇവിടെ വന്നവർ? ആരും പോകുന്നില്ലല്ലോ. ഇവിടെ തന്നെ നിൽക്കുകയല്ലേ. നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മുടെ മക്കൾ ഇവിടെ ജീവിക്കുന്നു, അവരുടെ തലമുറകൾ ഇവിടെ ജീവിക്കും. അല്ലാതെ ഇവിടുന്ന് ആരും പോകുന്നില്ല. അങ്ങനെ ആ കാലഘട്ടം ഇപ്പം 17 വർഷമായി ഒരു പാർട്ടിയുടെ എന്നെ വിളിച്ചു, ചേട്ടാ വീടെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. 17 വർഷമായി ഈ രാജ്യത്ത് വീടെടുക്കാൻ പറ്റിയില്ല. ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് വിളിച്ചതാണ്. എനിക്ക് പറ്റിയ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ്. ഞാൻ അന്ന് ചിന്തിച്ചത് 5 വർഷം കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ്. ഇപ്പം 17 വർഷമായി. അത് കഴിഞ്ഞിട്ട് വീടെടുക്കാൻ നോക്കിയപ്പം പല കാരണങ്ങളായിരുന്നു, സാധിച്ചില്ല. അങ്ങനെ എത്ര പേരുണ്ടെന്നറിയോ? അപ്പം ഞാൻ പറയുന്നത്, നിങ്ങൾ വീടെടുക്കൂ. അത് നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. എന്ന് വീടെടുക്കുന്നു അന്ന് നിങ്ങൾ ഇവിടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മാസം നമ്മൾ കൊടുക്കുന്ന റെന്റ് അത് അവിടെ നമ്മൾ സേവ് ചെയ്തല്ലേ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീടെടുക്കുന്നത് വർത്താണ്. അതിനെ സംബന്ധിച്ച് ഒരു സംശയമില്ല. ഇപ്പൊ യൂറോപ്പിലോട്ടുള്ള കുടിയേറ്റം വ്യാപകമായത് ഈ അടുത്ത കാലത്താണ്. കഴിഞ്ഞ 3-4 വർഷമായിട്ടാണ് വലിയൊരു ട്രെൻഡ് ഈ ഒരു യൂറോപ്യൻ രാജ്യങ്ങളിലോട്ടുള്ള കുടിയേറ്റത്തിന്റെ കാര്യത്തിൽ വന്നത്. അതിനു മുൻപ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായിരുന്നു കൂടുതൽ പേരും സെലക്ട് ചെയ്തിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ അവിടെ ജോലി ചെയ്യുന്നവര് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല. കാരണം അവർക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടില്ല, സ്ഥിരമായി നിൽക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ UK ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലോട്ട് വന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ട്രെൻഡിൽ പലരും നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഇവിടെ വാടകയ്ക്ക് താമസിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട് പൊതുവായിട്ട്. 100 കണക്കിന് ഗൾഫിൽ നിന്നും ഇവിടെ വന്നിട്ടുള്ള 100 കണക്കിന് ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഈ പറയുന്ന ആളുകളൊക്കെ തന്നെ ഇപ്പം ചെയ്യുന്നുണ്ടോയെന്നറിയോ? അന്ന് അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. അന്ന് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാകില്ല ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയി ജീവിക്കണമെന്ന്. അതുകൊണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നാട്ടിലായിരുന്നു. അവർ വലിയ വീടുകൾ വെച്ചിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ ബിൽഡിങ്ങുകൾ മേടിച്ചിട്ടുള്ളവരുണ്ട്, ഒത്തിരി പ്രോപ്പർട്ടി മേടിച്ചിട്ടുള്ളവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇന്ന് അവർ തിരിച്ച് നാട്ടിൽ പോയി സെറ്റിൽ ചെയ്യാമെന്ന് ആഗ്രഹിച്ചാൽ ഇതൊക്കെ പണ്ട് ചെയ്തത്. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? അവരുടെ മക്കളെയും കൊണ്ട് അവർ ഇങ്ങോട്ട് വരുന്നു. ഞാൻ നേരത്തെ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എത്ര 10-25 വർഷം ജോലി ചെയ്തിട്ടുള്ള ആളുകൾ, നേഴ്സുമാരായിട്ടുള്ള ഹെൽത്ത് സെക്ടറിലുള്ള ആളുകൾ അടക്കം, ഡോക്ടേഴ്സ് അടക്കം ഇവിടെ വന്നിട്ട് ഇന്ന് സെറ്റിലാകാൻ കാരണം എന്താ? നാട്ടിൽ പോയി അവർക്ക് ഫൈനൽ സെറ്റിൽമെന്റിനും പറ്റുന്നില്ല. പല റീസണാണോ അതിന്? അവരുടെ കയ്യിലുള്ള പൈസ അവർക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിനൊരു വേദിയില്ല. അവിടെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് അവർ വരികയാണ്. ഇവിടെ വന്നിട്ട് അവരുടെ ബാക്കിയുള്ള ജീവിതകാലം അവരിവിടെ ജീവിച്ചു തീർക്കാൻ തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോൾ അവർക്ക് മുഴുവൻ പൈസയും കൊടുത്തും വീടെടുക്കുന്നവരുണ്ട്. 100% അവർ പേ ചെയ്തുകൊണ്ട് വീടെടുക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാലത്ത് നാട്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തവർ അങ്ങനെ. പക്ഷെ ഇപ്പം ഇവിടെ വരുന്നവർ ഇവിടെ വന്നിട്ട് ഇവിടെ ഒരു വീടെടുക്കാതെ നമ്മൾ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, നാട്ടിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് മണ്ടത്തരമാണ്. കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ വെറുതെ റെന്റ് കൊടുക്കുമല്ലേ. അതുകൊണ്ട് നമുക്കൊക്കെ പറ്റിയ മണ്ടത്തരങ്ങളൊന്നും ആർക്കും പറ്റാതിരിക്കട്ടെ. ഞങ്ങളൊക്കെ അങ്ങനെ ഒത്തിരി മണ്ടത്തരങ്ങൾ കാണിച്ചവരാ. ഞങ്ങൾക്ക് ആദ്യകാലത്ത് ഇതൊന്നും പറഞ്ഞുതരാൻ ആരില്ലഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ നാട്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു, സ്ഥലം മേടിച്ചു, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇന്നിപ്പോൾ അവിടെ ഒന്ന് വിറ്റിട്ട് ഇങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല. അന്യം വന്ന് കിടക്കുകയാണ്. അതൊക്കെ നോക്കാൻ ആളുകളെ ഏൽപ്പിച്ചിട്ട് അവർക്ക് പൈസ കൊടുത്തുകൊണ്ടിരിക്കുക. ചിലരിപ്പോ നോക്കാൻ പോലും ഉള്ള സൗകര്യങ്ങൾ ഇല്ലാത്തവര് ആ വീടുകളൊക്കെ നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 2-3 വർഷം മുമ്പ് മത്തിച്ചേട്ടൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഇപ്പൊ കേരളത്തില് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ധാരാളം വീടുകൾ നമുക്ക് കാണാം. ആ വീടുകളൊക്കെ കുറെ നാൾ കഴിയുമ്പോഴേക്കും അതെല്ലാം അനാഥമായി പോവുകയാണ്. കാരണം നമുക്കറിയാമല്ലോ, വീട് താമസിച്ചില്ലെങ്കിൽ അത് പോയി അല്ലേ?
അത് ആരും താമസിക്കാനില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിന്റെ കാര്യം എങ്ങനെയാവും? നമ്മൾ ഇവിടുന്ന് ഒരു 10 ദിവസത്തെയോ ഒരു മാസത്തെയോ ലീവിന് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ 10 ദിവസമെങ്കിലും ആ വീട്ടിൽ കിടക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ബാക്കിയുള്ള ദിവസങ്ങളിൽ പല സ്ഥലങ്ങളിലേക്ക് പോകില്ലേ? ഈ 10 ദിവസം പോയിട്ട് ഒരു ദിവസം കിടക്കാൻ പറ്റാത്ത ആളുകളെ എനിക്കറിയാം. എന്നിട്ട് എന്താ ഡസ്റ്റ് ഫീലിംഗ്, അവിടെ നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല. ആൾ താമസമില്ല കിടക്കുന്ന വീട്ടിൽ എത്ര ക്ലീൻ ചെയ്ത് കയറിയാലും നമുക്ക് ഒരു ഡസ്റ്റിന്റെ ആ ഒരു ഫീലിംഗ്. അങ്ങനെ വരുമ്പോൾ എന്താ, ഹോട്ടലിൽ പോയിട്ട് റൂം എടുത്ത് താമസിക്കുന്ന ആളുകളെ എനിക്കറിയാം. വലിയ കോടിക്കണക്കിന് രൂപയുടെ വീട് പണിതിട്ടാണെന്ന് ആലോചിക്കണം. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചില ആളുകൾക്ക് അത് അംഗീകരിക്കാൻ ചില ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവർ ആ സ്റ്റേജിലേക്ക് എത്താത്തതുകൊണ്ടാണ്, അവരതിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അത് ഇയാൾ വെറുതെ പറയുന്നതാണെന്ന് ചിലപ്പോൾ തോന്നും. പക്ഷെ ആ ഒരു സാഹചര്യം ഫേസ് ചെയ്യുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മളൊരു വീടെടുക്കുക എന്നുള്ളത്, ഇപ്പോൾ ഈ പറയുമ്പം ഞാൻ ആരെങ്കിലും പറയുന്നുണ്ടോ നിങ്ങൾ എന്നെ സമീപിക്കൂ, നിങ്ങൾ എൻ്റെ അടുത്ത് വരൂ, അഡ്വൈസ് മേടിക്കൂ, എന്നിട്ട് പോയി വീടെടുക്കൂ എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് വരുന്നവർക്ക് ഞാൻ അഡ്വൈസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ അടുത്ത് ഒരു ഇതുമായി ബന്ധപ്പെട്ട ഏതൊരു ചോദ്യം ചോദിച്ചു വന്നാലും ഞാൻ ആരെ ഇഗ്നോർ ചെയ്തിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ. പൈസ ഞാൻ മേടിച്ചിട്ടാണോ ഇവരുടെ അടുത്ത് ഞാൻ അഡ്വൈസ് കൊടുക്കുന്നത്? ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇപ്പോൾ വീടിനെ കുറിച്ച് മാത്രമല്ല, പൊതുവായിട്ടുള്ള UK ജീവിത രീതികളെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ മാത്യുച്ചേട്ടൻ പ്രധാനമായിട്ടും നമ്മുടെ വീഡിയോയിൽ പറയുക. ഇപ്പോൾ വീടിനെ കുറിച്ച് മാത്രമായിട്ടുള്ള ഒരു വീഡിയോകളല്ല, ഇപ്പോൾ എല്ലാവരെയും സഹായിക്കുന്ന ആ ഒരു നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെയാണ് മാത്യുച്ചേട്ടൻ ഇത്രയും എഫോർട്ട് എടുത്ത് നമ്മളുടെ ഓരോ വീഡിയോകളിലും വരുന്നതും. അല്ല, ഞാനിങ്ങനെ അഡ്വൈസ് കൊടുത്തിട്ട് അവരുടെ അടുത്ത് ഞാൻ ഫീസ്, എത്ര പേരെന്നോട് ചേട്ടാ ഇത്രയും 2 മണിക്കൂർ 2.5 മണിക്കൂർ ഞങ്ങൾക്ക് അഡ്വൈസ് തന്നിട്ട് ചേട്ടൻ ഫീസ് മേടിക്കാത്തതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ടെന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. എത്ര പേരുണ്ട്. എന്നെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ, അവർക്ക് കമന്റ് ചെയ്യാം. അവർ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുന്നേ സത്യമാണോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ഒരാളുടെ അടുത്ത് ഒരു 10 പൈസ പോലും ഞാൻ ഇന്നും ഒരു ആരുടെ അടുത്തും ഞാൻ മേടിച്ചിട്ടില്ല. അവർക്ക് 2.5 മണിക്കൂർ ഞാൻ സിനിമാ കഥയൊന്നും അല്ല ഇവിടെ നിന്ന് പറയുന്നത്. അവർക്ക് അറിയേണ്ട എത്ര കാര്യങ്ങൾ, അവരെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്. അവർ വീടെടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അതിന് ക്രെഡിറ്റ് സ്കോർ ഉണ്ടായിരിക്കണോ, ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകണമെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യണം, നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഇടണം. ഓരോരുത്തർ വീടെടുക്കാൻ നേരത്തെ ആ സമയമാകുമ്പോൾ കുറേ പൈസയും കൈ വെച്ചുകൊണ്ട് ഇങ്ങോട്ട് വരും. അത് ചിലപ്പോൾ ചിട്ടി പിടിച്ച പൈസയായിട്ടാണ് വന്നതെങ്കിൽ അവർക്ക് ആ വീട് മേടിക്കാൻ പറ്റില്ല. ഇവിടെ ചിട്ടി ഇല്ലീഗലാണ്, മണി ലോണ്ടറിംഗ് ആണ്, ഗവൺമെന്റിനെതിരെയുള്ള കുറ്റകൃത്യമായിട്ടാണ് അത് മാറുക. കാരണം ടാക്സ് ചെയ്യപ്പെടാത്ത പൈസ ഇവിടെ ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് വീട്, നമ്മുടെ രാജ്യത്തിൽ പ്രോപ്പർട്ടി എടുക്കുമ്പോഴാണ് കള്ളപ്പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട്. ഇപ്പൊ അതുപോലും നടക്കുകയില്ല. അപ്പൊ ആ സ്ഥാനത്ത് ഇവിടെ ഒട്ടും സമ്മതിക്കില്ല. ഇവിടെ ഫണ്ട് വന്ന സോഴ്സ് അറിയണം. ആ ഫണ്ട് എങ്ങനെ വന്നതാണ്, അത് ആര് തന്നതാണ്, ഗിഫ്റ്റ് ആണെങ്കിൽ ആ തന്ന വഴി അവരുടെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അടക്കം കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങനെയാണെങ്കിൽ നാട്ടിൽ സ്ഥലം വിറ്റിട്ട് 50 ലക്ഷം രൂപയുടെ സ്ഥലം വിറ്റിട്ട് 10 ലക്ഷം രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടി കാണിച്ചിട്ട് 40 ലക്ഷം രൂപ ബ്ലാക്ക് മണി എന്ന് അറിയപ്പെടുന്നത്, ആ പണം ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ടിട്ട് ആ പണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. ആ പണം ഇവിടെ കൊണ്ട് വീട് മേടിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ആളുകൾ അറിയാത്തത് കൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ട് അവരുടേതായ ഒരു കാൽക്കുലേഷനിൽ കൂടെ ആക്കി വെച്ചിട്ട് വീട് മേടിക്കാൻ വരും. വീട് കണ്ടുവച്ചിട്ടാണ് വരിക. പക്ഷെ എത്ര പേർക്ക് നടക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ഒരു അഡ്വൈസ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഗുണം എന്നാണെന്നറിയോ? അവർക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാം. എങ്ങനെ ഇപ്പോൾ ഒരു 10-20 പേര് കൂടിയിട്ട് ചിട്ടി കൂടി, ആ ചിട്ടി കൂടി 500 പൗണ്ട് വെച്ച് ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട് ഒരാൾക്ക് കൊടുക്കുന്നു ഒരു മാസം. ഇത് ഗവൺമെന്റ് അറിയുന്നുണ്ടോ? ഇവിടെ UK വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ചിട്ടി. വലിയൊരു എമൗണ്ട് വരുമ്പോൾ അവർക്ക് പലപ്പോഴും ഒരു ബുദ്ധിമുട്ട്. കാരണം വലിയ എമൗണ്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തപ്പോൾ ചിട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് ഒരാൾ ചോദിച്ചത് എന്നാണെന്നറിയോ? അയ്യോ, ടാക്സ് കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മുടെ പൈസ അക്കൗണ്ടിൽ വരുന്നത്. ആ പൈസ കൊണ്ട് നമുക്ക് ഒരു 500-300 പൗണ്ട് മാസം ചിട്ടി കൂടി എന്നാ കുഴപ്പം? നമുക്ക് ടാക്സ് കഴിഞ്ഞ് കിട്ടിയ പൈസയില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ടാക്സ് കഴിഞ്ഞിട്ടാണ് എന്റെ അക്കൗണ്ടിലും പൈസ വരുന്നത്. ഞാൻ ആ പൈസക്കകത്ത് കുറെ പൈസ എടുത്തിട്ട് കുറെ ചരസും കഞ്ചാവും ഹീറോയിനും ഹഷീഷും MDNA ഒക്കെ മേടിച്ച് കച്ചവടം ചെയ്യാൻ എനിക്ക് റൈറ്റ് ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ ടാക്സ് കഴിഞ്ഞ പൈസയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അപ്പൊ ടാക്സ് കഴിഞ്ഞ പൈസ എന്ന് പറയാൻ, ടാക്സ് കഴിഞ്ഞ് ആരാ പറഞ്ഞേ? ആ കിട്ടുന്ന സാലറിക്കകത്ത് ഒരു 10 പൗണ്ട് എടുത്ത് ഒരു മീൻ മേടിച്ച് അതിന് ടാക്സ് കൊടുക്കുന്നില്ലേ? ഇല്ലേ? എത്ര തവണ വീണ്ടും ടാക്സ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനകത്ത് ഒരു 50 പൗണ്ട് കൊടുത്ത് പെട്രോൾ അടിച്ചാൽ ടാക്സ് ആകുന്നില്ലേ? വീണ്ടും ടാക്സ് ചെയ്യപ്പെടുന്നില്ലേ? അപ്പൊ ടാക്സ് കഴിഞ്ഞു എന്നാരാ പറഞ്ഞത്? അപ്പൊ ഈ ടാക്സ് കഴിഞ്ഞ പൈസ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ കിട്ടുന്ന പൈസ 500 പൗണ്ട് വെച്ച് അല്ലെങ്കിൽ 300 പൗണ്ട് വെച്ച് 10 പേര് കൂടി അല്ലെങ്കിൽ 20 പേര് കൂടി ചിട്ടി കൂടി, ഈ 20 പേര് കൂടി കൂടുന്ന ചിട്ടി, ആ പൈസ ഒരാളുടെ കയ്യിലേക്ക് എത്തുന്നു. അത് ഗവൺമെന്റ് ടാക്സ് കിട്ടുന്നുണ്ടോ? ബാങ്കിൽ ഇട്ടിട്ടായാലും അത് ഗവൺമെന്റിന് HMRC ത്രൂ ടാക്സ് ചെയ്യപ്പെടുന്നുണ്ടോ? അത് 10 പേർക്ക് കിട്ടി, അത് കഴിഞ്ഞ് അടുത്ത മാസം 10 പേർക്ക് കിട്ടി. ഇതിങ്ങനെ ഓരോ തവണയും ഈ പൈസ റൊട്ടേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത് ഗവൺമെന്റ് ടാക്സ് ചെയ്യപ്പെടുന്നുണ്ടോ? അപ്പൊ അത് മണി ലോണ്ടറിംഗ് ആയോ? അത് ക്യാഷ് ഇൻ ഹാൻഡിന് തുല്യമല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ചിട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് ഇല്ലീഗലാണ്, നമ്മുടെ രാജ്യത്ത് ലീഗലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ആളുകൾ ഇവിടെ വരുമ്പോൾ ആളുകൾക്ക് അറിവില്ലായ്മയാണെങ്കിൽ അത് തിരുത്തണം. അത് ഡീപ്പോർട്ടേഷൻ വരെ കിട്ടാവുന്ന കുറ്റകൃത്യമാണ്, മണി ലോണ്ടറിംഗ് ആണ്. ഗവൺമെന്റിന്റെ ടാക്സേഷനെ അട്ടിമറിക്കുന്നത് എന്തും ഗവൺമെന്റിനെതിരെയാണ്. അപ്പൊ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾക്ക് അതിനകത്ത് ചേരാൻ പറ്റില്ല.
അപ്പൊ മാത്രമല്ല ആ പണം കൊണ്ട് ഒരു 10,000 പൗണ്ട് ഒരു 20,000 പൗണ്ട് നമുക്ക് ചിട്ടി പൈസ കിട്ടിയതുകൊണ്ട് വീട് മേടിക്കാൻ വന്നാൽ കൃത്യമായിട്ട് അതിന്റെ സോഴ്സ് ചോദിക്കും. എന്ത് സോഴ്സാ പറയാ? ചിട്ടി കൂടാന്ന് പറയാൻ പറ്റുമോ? ചിട്ടി പൈസ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഏത് ഫണ്ടാണ് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ, അതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ എല്ലാം സോളിസിറ്റർക്ക് കൊടുക്കാതെ ഒരു 10 പൈസ ഇതിന്റെ പേരിൽ പ്രോസസ്സിലേക്ക് പോവില്ല. അപ്പൊ ആദ്യമായിട്ട് വീട് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇനീഷ്യൽ ഡെപ്പോസിറ്റ് എത്ര വേണം? അവരെ സംബന്ധിച്ചിടത്തോളം പല ഏരിയകളിലും വീടുകളുടെ വിലയിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു മിനിമം എമൗണ്ട് എത്ര വേണം? ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നേരത്തെ ഗവൺമെന്റിന്റെ പല സ്കീമുകൾ ഉണ്ടായിരുന്നു. ഹെൽപ് ടു ബൈ എന്ന് പറയുന്ന സ്കീം. ഇപ്പൊ ഇതാ ഗവൺമെന്റ് ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. റൈറ്റ് ടു ബൈ അത് എടുത്തു കളയുകയാണ്. റൈറ്റ് ടു ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു വീട്ടിൽ കൗൺസിൽ ഹൗസുകളുണ്ട് പല സ്ഥലത്തും, ഇവിടെ എല്ലായിടത്തും ഉണ്ട്. കൗൺസിൽ ഹൗസ് നമ്മൾ റെന്റിന് താമസിക്കുന്നു, എന്നിട്ട് റെന്റ് കുറവാണ് ഇവിടെ. കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വീട് നമുക്ക് മാർക്കറ്റ് വാല്യൂവിനേക്കാൾ പൈസ കുറച്ച് നമുക്ക് വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും. അത് ഓരോ കൗൺസിലിനും വരുത്തി വെക്കുന്ന ഭീമമായ സാമ്പത്തിക ബാധ്യതയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഗവൺമെന്റ് പുതിയ നിലപാടെടുക്കുന്നു. അത് നിർത്തലാക്കാൻ പോകുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ ഇനി വീട് മേടിക്കാൻ ആർക്കും പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം ബയർക്ക് അവരുടെ എത്ര വർഷമായി ഇവിടെ വന്നു. ഇപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ ഒരാളാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വീട് മേടിക്കണമെങ്കിൽ 25% തന്നെയാണ് ഡൗൺ പേയ്മെന്റ് ഇടേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ പല ബാങ്കുകളും അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ബാർക്ലേസ് പോലുള്ള ബാങ്കുകൾ പല ബാങ്കുകളും ഉണ്ട്. 10% ഇട്ടാൽ മതി. അപ്പോൾ 2 വർഷത്തിന് മുമ്പാണെങ്കിൽ അവർക്ക് 1 വർഷം, അതായത് ഭാര്യയും സ്പൗസ് അവർ 2 പേരും 1 വർഷം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർക്ക് 10% ഇട്ടാൽ മതി. നേരത്തെ ആണെങ്കിൽ അത് 25% ഇടണമായിരുന്നു. അപ്പോൾ ഈ 10% എന്നുള്ളതിൽ തന്നെ ചില സ്ഥലത്ത് ബിൽഡേഴ്സിന്റെ സ്കീമുണ്ട്. 10%ൽ 5% അവരിടും, 5% നമ്മൾ ഇട്ടാൽ മതി. അപ്പോൾ അന്നേരം വേറെ കാര്യമുണ്ട്, ന്യൂ ബിൽഡായിരിക്കണം, ഫസ്റ്റ് കൺസ്ട്രക്ഷൻ നടത്തി ആദ്യം കീ ഹാൻഡ് ഓവർ ചെയ്യുന്ന വീടായിരിക്കണം. അതിൽ 5% എന്ന് പറയുമ്പോൾ 10% തന്നെയാണ് ബാങ്കിന് കൊടുക്കേണ്ടത്. 5% ബിൽഡേഴ്സ് അവരുടെ ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനാണ്, അവരിടും. പോട്ട് 5% നമ്മൾ ഇട്ടാൽ മതി. പക്ഷെ അവിടെ വേറെ കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, അവർ പൊട്ടന്മാരൊന്നുമില്ല. അവരവിടെ വീട് പണിതിട്ട് ഇപ്പോൾ എക്സാമ്പിൾ 3 ലക്ഷം പൗണ്ടിന്റെ വീടിന് 3.30 വില ഇട്ടിട്ട് അവർ പറയാണ് ഞങ്ങൾ നിങ്ങൾക്ക് 15,000 പൗണ്ട്, അതായത് 10%ൽ 5% ഞങ്ങൾ ഇട്ടോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് 15,000 പൗണ്ട് എക്സ്ട്രാ ലാഭം കൂടുതൽ ആ ബിൽഡിങ്ങിന്റെ മേലെ വീണ്ടും കിട്ടുകയാണ്. കാരണം എന്താ, 3 ലക്ഷം പൗണ്ടിന്റെ വീടിന് 3.30 ആയിട്ടിരിക്കുന്നത്. എന്നിട്ടാണ് അവർ 5% അവർ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് പേ ചെയ്യുന്നു ബാങ്കിൽ. അപ്പോഴും 15,000 പൗണ്ട് അവർക്ക് കൂടുതലാണ് അവർക്ക് കിട്ടുന്നത്. നമ്മൾ വില പേശുകയില്ല. കാരണം എന്താ, അവർ നമുക്ക് 5% തരികയല്ലേ ചെയ്യുന്നത്, ഫ്രീ തരികയല്ലേ. ആരെങ്കിലും വില പേശുവോ? ഇല്ല. നമുക്ക് വേണ്ടി വീട് പണിത് തന്നിട്ട് 5% ഞങ്ങൾ ഇട്ടോളാം എന്ന് പറഞ്ഞിട്ട് ഒരു 15,000 പൗണ്ടും കൂടെ നമ്മുടെ പേരിൽ ഒരു ബിൽഡർ നമുക്ക് വേണ്ടിയിട്ട് പേ ചെയ്തിട്ട് അവർ നമുക്ക് വീട് മേടിച്ചോ എന്ന് പറഞ്ഞ് തരണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ബിസിനസ് ട്രിക്ക് ഇല്ലെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും? കോമൺ സെൻസിന് ചിന്തിച്ചു നോക്കി. ആണോ? ശരിയാണോ? അപ്പൊ അവരതിനകത്ത് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷനിൽ എന്തെങ്കിലും കുഴപ്പം വരുത്തിയിട്ടുണ്ടോ? കമ്പിയും സിമെന്റും കുറച്ചാണോ വീട് പണിതിരിക്കുന്നത്? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഫോൾട്ട് ഉണ്ടാക്കിയിട്ടാണോ വീട് പണിതിരിക്കുന്നത്? പിന്നെ എന്തെങ്കിലും ബലക്ഷയത്തിലാണോ വീട് പണിതിരിക്കുന്നത്? അങ്ങനെ വില കുറച്ച് തരാൻ അല്ലല്ലോ, നമുക്ക് 5% ഇട്ട് തരാൻ. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായില്ലേ, അവർ വില കൂട്ടി തന്നെയാണ്, മാർക്കറ്റ് വാല്യൂക്കാൾ വില കൂട്ടിയിട്ടാണ് നമുക്ക് ആ പ്രോപ്പർട്ടി നമുക്ക് തരുന്നത്. എന്നിട്ടാണ് 5% നമുക്ക് അവർ തരുന്നത്, അല്ലേ? ആ സ്ഥാനത്ത് ആര് കേട്ടാലും പെട്ടെന്ന് 5% അവരിടുന്നുണ്ടല്ലോ, 5% ഞാൻ ഇട്ടാൽ മതിയല്ലോ, അപ്പം ഞാൻ വീടെടുത്തേക്കാം. ഒരു കടയുടെ മുമ്പിൽ എഴുതി വെക്കുകയാണ്, അതെ 70% ഓഫറുണ്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് ആളുകൾ ഓടി അതിനകത്തേക്ക് കയറിയല്ലേ എന്ന് പറഞ്ഞ അതേ സംഭവം തന്നെ ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ പറഞ്ഞു വന്ന ഇതാണ്, 5% ഫസ്റ്റ് ടൈം പേർക്ക് കിട്ടുന്നുണ്ട്. 1 വർഷം കംപ്ലീറ്റ് ആയവരും 2 വർഷം വിസ ബാക്കിയുള്ളവരും NHS-ൽ ജോലി ചെയ്യുന്നവർക്ക്, NHS-ൽ ഉള്ളവർക്ക് ഉള്ള ഒരു സ്കീം ഇവിടെ ഇപ്പം നിലവിലുണ്ട്. അത് നേരത്തെ ഉള്ളത് തന്നെയാണ്. അവർക്കും ഈ പറഞ്ഞതുപോലെ 5% കിട്ടുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന അഫോർഡബിലിറ്റി എമൗണ്ട് പോലും കൂട്ടിയാണ് കിട്ടുന്നത്. ഇപ്പം 4.5 ടൈംസ് എന്നുള്ളത് 5.5 ടൈംസ് വരെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസങ്ങളുണ്ട്. സബ്ജക്റ്റ് ടു പല കാരണങ്ങളും അതിനകത്ത് ആഡ് ചെയ്യപ്പെടും, വേറെ പല കാര്യങ്ങളും ആഡ് ചെയ്യും. നമ്മൾ എവിടെയെങ്കിലും ഒരു പരസ്യം കണ്ടിട്ട് ഒറ്റ വാക്കിന് പരസ്യം കണ്ടിട്ട് ഓടി ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്കുകാർ പറയും സോറി അത് ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു വിടും, ഇല്ലേ? അതിനാണല്ലോ ഒരു ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് നിങ്ങൾ കൺസൾട്ട് ചെയ്യൂ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ ഒട്ടനവധി കാര്യങ്ങളുണ്ടെന്ന്. ഇത് ഒറ്റ വാക്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ആൻസർ അല്ല. അത് ഫസ്റ്റ് ടൈം ബയർ ആയാലും സെക്കൻഡ് ടൈം ബയർ ആയാലും ഇതിനൊക്കെ ഓരോ ടേംസും നോംസും കണ്ടീഷൻസും ഉണ്ട്. അത് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയ ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെ സമീപിക്കട്ടെ. അപ്പോൾ ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഐൽ ഓഫ് വൈറ്റിലാണ്. ഇതൊരു ദ്വീപാണ്. ഏത് സമയത്തും കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്ന, പെട്ടെന്ന് മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ മഴ വന്നിരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇത്രയും നേരം ഈ വീഡിയോയിൽ വളരെ വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞു തന്ന മാത്യു ചേട്ടന് പ്രത്യേകം നന്ദി. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.